ഹായ് ഫ്രണ്ട്സ്, സ്റ്റീയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും, എല്ലാവിധ പണികളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയതായി ഒരു നല്ല വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ. അങ്ങനെ നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കി ഒരു വീട് പണിയുമ്പോൾ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഒത്തിരി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കട്ടിള, ജനൽ, ഡോർ, ജനൽപ്പാളി എന്നിവയുടെ തടികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട് പണിയിലെ ഏറ്റവും ആകർഷകവും ചിലവ് കൂടിയതുമായ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ വർക്കുകളാണ്. ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് കബളിപ്പിക്കപ്പെടുകയും ഒത്തിരി പൈസ പോയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് വേണം ഇൻറ്റീരിയർ വർക്ക് ആരംഭിക്കുവാൻ. ഒരു പക്ഷേ നമ്മൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചു എന്ന് വരാം. നമ്മൾ ചോദിക്കുന്ന ആൾക്ക് ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ച് കൂടുതൽ അറിവില്ല എങ്കിൽ നമുക്കത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുക. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരു വീടിന് ആവശ്യമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും മാറിക്കിട്ടുന്നതാണ്. ഇൻറ്റീരിയർ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഡിസൈനുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളെൻ്റെ ചാനലിന് ഒരു ലൈക്കും ഷെയറും നൽകി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം ചിത്രങ്ങളിൽ നിങ്ങൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു, വാഷ് കൗണ്ടറുകളെ കുറിച്ചാണ്. ഒരു വീട്ടിൽ ഒരു വാഷ് കൗണ്ടർ ഉണ്ടാക്കുക എന്നത് അത് ആ വീടിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ ഉണ്ടാക്കുക എന്നത് ഏറ്റവും ശ്രമകരമായൊരു ജോലി തന്നെയാണ് ഇൻറ്റീരിയർ വർക്കിനെ സംബന്ധിച്ചിടത്തോളം. ഡൈനിങ് ഹാളിൽ കോമൺ ഏരിയയിൽ ഒരു വാഷ് കൗണ്ടർ നിർമ്മിക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ്. കാരണം വീടിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യരുത്. അതുപോലെ തന്നെ വീടിന്, ഡൈനിങ് റൂമിന് അനുയോജ്യവുമായിരിക്കണം. നമ്മൾക്ക് ഒത്തിരി ഡിസൈൻ നമ്മൾക്ക് കിട്ടുമായിരിക്കും, പക്ഷേ നമ്മുടെ വീടിന് ഇണങ്ങുന്ന രീതിയിലൊരു വാഷ് കൗണ്ടറാണ് ഏറ്റവും അഭികാമ്യം. അതിനായി നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഒത്തിരി ഡിസൈനുകളുണ്ട്. ഈ ഡിസൈനുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, എന്തിനാണ് ഒരു വാഷ് കൗണ്ടർ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്നിരിക്കട്ടെ. നമ്മൾ നല്ല ഭംഗിയുള്ള വീടായിരിക്കും വെച്ചിരിക്കുക, നല്ല അടിപൊളി ഡൈനിങ് ടേബിൾ ഉണ്ടാവും. അവിടെ നമ്മൾ അവർക്ക് ആകർഷകമായ രീതിയിൽ നല്ല രുചികരമായ ഭക്ഷണം വിളമ്പി അവരെ സൽക്കരിച്ചു എന്ന് സൽക്കരിക്കാം. നമ്മൾ അതിന് ശേഷം അവർ കൈ കഴുകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ കോമൺ ഏരിയയിൽ അവർക്ക് കൈ വാഷ് ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു വാഷ് കൗണ്ടർ, അതിമനോഹരമായ നല്ല മിററുകൾ കൊടുത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഉണ്ടെങ്കിൽ ആ വാഷ് കൗണ്ടറിൻ്റെ ഭംഗി ആ വീട്ടുകാരുടെ ഇൻറ്റീരിയർ സങ്കല്പങ്ങളെ
ഇൻറ്റീരിയൽ സംബന്ധമായ അറിവുകളെക്കുറിച്ച് ആ വാഷ് കൗണ്ടറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിഥിക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടും വേണ്ടത് ഒരു വാഷ് കൗണ്ടറാണ്. കോമൺ ഏരിയയിൽ ഒരു വാഷ് കൗണ്ടർ. അതിഥി വന്ന് കൈ കഴുകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ അല്ല എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നോട്ടവും ഭാവവും വീട്ടുകാരനെ ഒരുപക്ഷെ മനസ്സിലാകാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ വീട്ടുകാരിക്ക് അതിൻ്റെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വാഷ് കൗണ്ടറുകൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമായി നമുക്ക് വേണ്ട നല്ലൊരു ഡിസൈനാണ്. ആ ഡിസൈൻ നമുക്ക് ഈ ചാനലിൽ ഇപ്പോൾ കാണിക്കുന്ന ഏതെങ്കിലും മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. വാഷ് കൗണ്ടർ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒത്തിരി വീഴാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാഷ് കൗണ്ടർ ഉണ്ടാക്കുവാനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കേണ്ട മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ മൾട്ടിവുഡിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മൾട്ടിവുഡ് കൂടാതെ മറ്റൊരു മെറ്റീരിയൽ കൂടി ഉണ്ട്, WPC. അത് കുറച്ച് വില കൂടുതലാണ്. ഒരു നോർമൽ വീട്ടിൽ ഒരു സാധാരണ രീതിയിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ മൾട്ടിവുഡാണ്. അത് ഗ്രീൻ എന്ന കമ്പനിയുടെ മൾട്ടിവുഡുകളാണ് ഇപ്പോൾ ഈ വാഷ് കൗണ്ടറുകൾക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മൾട്ടിവുഡുകൾ തിരഞ്ഞെടുക്കുക. അതേപോലെ വാഷ് കൗണ്ടറുകൾ പണിയുമ്പോൾ ഫ്ലോറിൽ അടിഭാഗത്ത് മുട്ടാത്ത രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് ഫ്ലോറ് തൂക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് അടിഭാഗത്ത് തൂക്കാനും സാധിക്കും. കൗണ്ടറിൻ്റെ ഹൈറ്റ് കുറഞ്ഞും കിട്ടും. ഈ വാഷ് കൗണ്ടറിൻ്റെ പൊക്കം വളരെ കുറച്ച് ചെറുതാകുന്നതാണ് അതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ. ഇപ്പോൾ മെറ്റീരിയലായി, പണിയുന്ന രീതിയെക്കുറിച്ചായി. ഇനി അടുത്തത് വാഷ് ബേസൻ. അത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡും ഉപയോഗിക്കാൻ നല്ലതും അത് തന്നെയാണ്. കൗണ്ടർ ടോപ്പ് ആകുമ്പോൾ വെള്ളം തെറിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴാതിരിക്കും. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസ്. നമ്മൾ സാധാരണ ഒരു ചെറിയ ഒരു വാഷ് ബേസിനാണ് കൗണ്ടറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനൊത്തിരി സ്റ്റോറേജ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ അടിഭാഗത്ത് പൈപ്പുകളുള്ളതുകൊണ്ട്. അപ്പോൾ മേൽഭാഗത്തായിട്ട് രണ്ട് രീതിയിൽ, ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ കൗണ്ടറിൻ്റെ കാര്യമാണ്, മേൽഭാഗത്ത് പൈപ്പ് കവറാവുന്ന രീതിയിൽ ഒരു ഡോറ് കൊടുത്തുകൊണ്ട് അടിഭാഗത്തൊരു ഡ്രോയർ ആഡ് ചെയ്യുകയാണെങ്കിൽ വാഷ് കൗണ്ടറിൽ നിത്യവും ഉപയോഗിക്കുന്ന ടവലുകളും ഹാൻഡ് വാഷ് എന്നിവ സൂക്ഷിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്കും ഷെയറും നൽകുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.